നമ്മുടെ കോംറേഡ്സിനെ ഇനി കുറച്ചു കാലത്തേക്ക് കാണാൻ പോലും കിട്ടില്ല കേട്ടാ. എല്ലാരും ഭയങ്കര പഠിപ്പിലല്ലേ. തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച് അടുത്ത തവണ ഫുൾ മാർക്ക് വാങ്ങാനുള്ള കഠിന പ്രയത്നത്തിലല്ലേ അവര്. ഇനിയെങ്കിലും നല്ലോണം പഠിച്ചില്ലെങ്കിൽ 8ന്റെ അല്ല 16ന്റെ വരെ പണി കിട്ടുമെന്ന് തുറന്നു പറയാണ് CPI. ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, തോൽവി ഇടതുപക്ഷം അംഗീകരിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഒരു ധാരണ ഇനി ആർക്കും വേണ്ടട്ടാ. എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ കോംറേഡ്സിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നല്ലപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല, തോറ്റു നല്ലപോലെ തോറ്റു. ഇനി ഞങ്ങളുടെ കോംറേഡ്സിന് വിഷമമൊന്നുമില്ല കേട്ടോ. അതെന്താ, ഈ ലോകത്ത് വേറെ ആരും തോറ്റിട്ടില്ലേ? ഒല്ലതിന് ഞങ്ങൾ നിലവിളിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കരയില്ല. നല്ലപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നീതിപഥത്തോടു കൂടെ തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും. അത് CPI പഠിക്കും, CPM പഠിക്കും, LDF ഓരോ കക്ഷിയും പഠിക്കും. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരിപ്പട്ടം കിട്ടി ഇപ്പൊ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ. ഇപ്പോഴും പഠിത്തം കഴിഞ്ഞിട്ടില്ല. പഠിച്ചോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ട്രോളുന്നത് ശരിയല്ല കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. അതിപ്പോ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ കുലങ്കശമായി ആലോചിക്കാനൊന്നുമില്ല സഖാവേ. സർക്കാർ ജീവനക്കാരെ വെറുപ്പിച്ചു, പെൻഷൻ കുടിശ്ശികയായി, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, മരുന്ന് വിതരണം താറുമാറായി, അങ്ങനെ കുറെ പ്രശ്നമുണ്ടെന്ന് CPI തന്നെ വെട്ടി തുറന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക കൊച്ചു കള്ളൻ. ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി, അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല. അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. തുറന്ന മനസ്സോടെ, തുറന്ന കണ്ണോടെ കാണുകയാണ്. പാവം, എല്ലാം തുറന്ന മനസ്സോടെ കാണാണ്. എവിടെ നിന്നൊക്കെയാണ് വോട്ട് ചോർന്നത്? കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, അങ്ങനെ ഒരു വിഭാഗം പോലും വിടാണ്ട് എല്ലായിടത്തുനിന്നും വോട്ട് മിസ്സായിട്ടുണ്ടെന്ന്. അടിപൊളി. നിങ്ങളുടെ പാർട്ടി ഏതാണെന്നാ പറഞ്ഞത്? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്നല്ലേ? കട്ട. ഈ രാഷ്ട്രീയവും വൃത്തശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ, അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ചോർച്ചയുണ്ട്. BJPയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ പറയേ, എനിക്ക് അപ്പോഴേ തോന്നി. എല്ലാം മനസ്സിലായോ? ഇല്ലല്ലേ? അതാണ് ഞങ്ങളുടെ ഗോവിന്ദ മാഷ്. നിക്കക്കല്ലില്ലാണ്ട് വരുമ്പോ പുട്സം പ്രത്യയശാസ്ത്രം, പുട്സം കൊളോണിയലിസം, പുട്സം വർഗാധിപത്യം, ദെൻ കടുവേറ ഓൾ സെറ്റ്. ഈ രാഷ്ട്രീയവും വൃത്തശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ, അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ചോർച്ചയുണ്ട്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ലതുപോലെ തോറ്റ സന്ദർഭത്തിൽ 123 മണ്ഡലത്തിൽ നമ്മൾ തോറ്റപ്പോൾ 99 സീറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ഗവൺമെൻറ്. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാരം കൃത്യമായിട്ട് മനസ്സിലാക്കി പാർട്ടിയും പ്രസ്ഥാനങ്ങളും ആകെ കൃത്യതയോടുകൂടി തിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് വന്നാൽ ഒരു സംശയവും വേണ്ട, വരാൻ പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വരാൻ പോകുന്നത്. ഇത്രയൊക്കെ തുറന്നു പറച്ചിൽ നടത്തിയ സ്ഥിതിക്ക് കേരളത്തിലുണ്ടായത് ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ? അങ്ങനെ വെച്ച് എഴുതണ്ട, അതങ്ങനെ വഴിയില്ല. പക്ഷേ ആ പക്ഷയിലാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സ് ഓർക്കൂ. സംസ്ഥാന ഗവൺമെൻറ്റിനെ പറ്റി ജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം കൂടി പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നിഷേധാത്മകമല്ല. ഈ സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും അടിസ്ഥാനമായ, അടിത്തറയായ, ആത്മാവായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, പാവങ്ങളുടെ പ്രശ്നങ്ങൾ, അതിലേക്കെല്ലാം കുറച്ചുകൂടെ ഗൗരവമായി ഇടപെടാൻ സർക്കാരിന് സാധിക്കണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനൊന്നും ആരും പറഞ്ഞു വരുത്തണ്ട. പല കാര്യങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു മറുപടി ആയിട്ട് കണ്ടാൽ മതി ഇത്ര. അതിൻ്റെ ഇടയിൽ കൂടെ സർക്കാരിന് ഒരു കൊട്ടു കൊടുത്തൂലേ? അല്ല, ഇതിനെയാണല്ലോ ശരിക്കും ഭരണവിരുദ്ധ വികാരം എന്ന് പറയണത്.
അല്ല, എല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ട് എല്ലാ കുറ്റവും ഞങ്ങളുടെ CPM നേതാക്കളുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ടാ. CPIയുടെ മണ്ഡലത്തിലല്ലേ ജിമാരെ അക്കൗണ്ട് തുറന്നത്. ഇതിലെന്താ പറയാനുള്ളേ? തൃശ്ശൂരിൻ്റെ പാഠങ്ങൾ വിലപ്പെട്ട ഗൗരവമേറിയ പാഠങ്ങളാണ്. ഇടതുപക്ഷക്കാർ മാത്രമല്ല മതേതരവാദികളാകെ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു ഫലമാണ് ഉണ്ടായത് തൃശ്ശൂരിൽ. ഈ രാജ്യത്തിൻ്റെ എല്ലാ നല്ല മൂല്യങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രബുദ്ധ കേരളത്തിൽ അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു പാർലമെൻറ്റിലേക്ക്. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കണം. ആ പഠനം പൂർത്തിയായിട്ടില്ല. എന്തായാലും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ നല്ലോണം ഇടപെടണമെന്നാണ് CPI പറയുന്നത്. മുൻഗണനാക്രമങ്ങളുടെ കാര്യമൊക്കെ സർക്കാർ ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കണം എന്നാണ് CPIയുടെ അഭിപ്രായം. ഒരു പരാജയവും അവസാനമല്ല. അവിടെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാ പാഠങ്ങളും പഠിച്ച് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി LDF മുമ്പോട്ട് പോകും. LDF വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. തിരിച്ചു വന്നിടാത്ത ദൂരയാത്രയിൽ ലിതൻ സഖാക്കളെ വിഷമിക്കേണ്ട. ജനങ്ങൾക്ക് നല്ലത് ചെയ്തും അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് വരുന്നാല് ഇനിയും തിരിച്ചു വരാന്നേ. എല്ലാം ശരിയാവുമായിരിക്കും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നടക്കണം. നന്ദി, നമസ്കാരം.